അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏത് സാഹചര്യത്തിലും ഒരാളെ തേടിയെത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത്. മരണത്തിൻ്റെ പല അവസ്ഥകളുണ്ട്, അതിൻ്റെ പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർഫൻ കെയറിൽ തന്നെ 1400ഓളം വിധവകളായിട്ടുള്ള സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള മരണത്തെയല്ല അഭിമുഖീകരിച്ചിരിക്കുന്നത്. പല രീതിയിൽ മരണത്തെ അഭിമുഖീകരിച്ചവരായിരുന്നു അവർ പലരും. ചിലർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ, ചിലർ ക്യാൻസറാണ്. ക്യാൻസർ തന്നെ എല്ലാവർക്കും ഒരേ സ്ഥലത്തല്ല, പല സ്ഥലത്തും ആണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത്. ചിലർ ആക്സിഡൻ്റാണ്, ചിലർ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്, ചിലർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചതാണ്. അങ്ങനെ പല രീതിയിൽ മരണം വരും എന്നുള്ളതാണ്. വിദേശത്ത് പോയിട്ടുള്ള ഒരു സഹോദരി അവരുടെ മാതാപിതാക്കളെ കാണാൻ പോയതാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി മാതാപിതാക്കളെ കണ്ട ആ ഒരു സന്തോഷത്തിൽ അവർ ഒരുമിച്ച് സെൽഫി എടുക്കുന്നതിനിടയിലാണ് ആ സഹോദരി ആ എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. നമ്മൾ ഓർഫൻ കെയറിലുള്ള മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് രാത്രി ഭാര്യയും ഭർത്താവും പുതിയ വീടൊക്കെ അവർ റെഡിയായി, നല്ല വീട്, ഒരുമിച്ച് കിടന്നതാണ്. രാത്രി കുട്ടി മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പം ഭർത്താവിനെ വിളിക്കുകയാണ്. ഭർത്താവിനെ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് അനങ്ങുന്നില്ല, അദ്ദേഹം ആ ഉറക്കിൽ മരണപ്പെട്ടിരിക്കുകയാണ്. പല രീതിയിൽ മരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സന്തോഷങ്ങളുടെയും സുഖങ്ങളുടെയും മന്ദകനായിട്ടുള്ള മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. പലരും പല സന്തോഷവേളകളെയും അവരുടെ കുടുംബത്തോടൊപ്പം യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവരൊരിക്കലും അറിയുന്നില്ല ഈ യാത്രയിൽ എൻ്റെ ഭർത്താവ് മരണപ്പെടുമെന്ന്, മക്കൾ മരണപ്പെടുമെന്ന്, ഉമ്മ മരണപ്പെടുമെന്ന്. അങ്ങനെ മുൻകൂട്ടി അറിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ആ ഒരു യാത്രക്ക് ആരും മുതിരുകയില്ല. മരണത്തെക്കുറിച്ച് നമുക്ക് എവിടെ വെച്ചാണ് ഈ മരണം നമ്മെ കണ്ടുമുട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. ഒരു നഫ്സിനും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് അത് മരിക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെ വെച്ചാണോ അള്ളാഹു മരണത്തെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് നമുക്കൊരു ഹാജത്തുണ്ടാക്കുമെന്ന, അതായത് ഒരു ആവശ്യമുണ്ടാക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ സൂചിപ്പിക്കും ആ സ്ഥലത്ത് അദ്ദേഹം പോയിട്ടില്ലെങ്കിൽ മരിക്കുമായിരുന്നില്ല എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ലത്. അവിടെ വെച്ചാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മരണം നിശ്ചയിച്ചതെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു ആവശ്യം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ആ സ്ഥലത്തെത്തി അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടും എന്നുള്ളതാണ്. മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഉപദേശകനാണ്. കഫാബിൽ മൗത്തി വായുദൻ. നിന്നെ ഉപദേശിക്കുന്നതിന് മരണം മതി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഉമർ റളിയല്ലാഹുവിനെ കാണുന്ന സമയത്തൊക്കെ ഉമറെ നീ മരിക്കും എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അപ്പം ഇങ്ങനെ മരണത്തിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നൊരുക്കം നടത്തുക എന്നുള്ളതാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഈ മരണം എത്തുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. സമ്പത്ത് അനുഗ്രഹമാണ്, നമ്മുടെ ആരോഗ്യം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമാണ്, നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമാണ്. നമ്മുടെ കഴിവുകളായാലും സമ്പത്തായാലും നമ്മുടെ ആരോഗ്യമായാലും നമ്മൾ തനിച്ചു കിടക്കുന്ന ആ ഖബറിലേക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെലവഴിക്കുന്നത് ഇപ്പം നമ്മളെ ദുനിയാവിൽ പലതിനും വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ വസ്ത്രം, നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോകുന്ന സമയത്തും ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ആ ഫംഗ്ഷനിൽ എത്താനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ സൽക്കാരമൊക്കെ ആകുന്ന സമയത്തും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ധരിക്കും. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വീട്ടിലുള്ള എല്ലാവരും പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങും, ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. കാരണം എന്താണ്, ആ സമയത്ത് ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് വരികയും ഈ ആളുകളുടെയൊക്കെ ഒരു ഫോക്കസ്
ഈ വീട്ടിലുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പുതിയാപ്പിളയാണെന്നുണ്ടെങ്കിൽ ആ പുതിയാപ്പിളക്ക് കൈ കൊടുത്ത് പുതിയാപ്പിള എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പോൾ നല്ലൊരു ഡ്രസ്സ് ധരിക്കണം. പുതിയാപ്പിളയുടെ ആ വീട്ടിലുള്ള മറ്റാളുകളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ലൊരു ഫോക്കസ് ആയിരിക്കും. അപ്പോൾ ഈ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്നും അതിനിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇസ്തിരി ഇട്ട് വരെ ചുളിവുകളില്ലാത്ത വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങണമെന്നും ആയിരിക്കും നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. എന്നാൽ നമ്മളെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി മാത്രം, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാനല്ല, നമ്മുടെ വീട്ടിലുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല, നമ്മളെ കാണാൻ വേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. നമ്മളെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും അവർ വരിക. അത് നമ്മൾ മരിച്ചു കിടക്കുന്ന സമയമായിരിക്കും. ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ കിടത്തിയിരിക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ബ്രാൻഡഡ് ഷർട്ടായിരിക്കില്ല ധരിച്ചിരിക്കുക, ബ്രാൻഡഡ് പാൻ്റായിരിക്കില്ല ധരിക്കുക. ആ സമയത്ത് നമ്മൾ ധരിക്കുന്നത് വളരെ നേരിയ ചില തുണിക്കഷ്ണങ്ങളുമായിരിക്കും. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടാൽ, റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ, പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത് എന്താണ്? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമായിരിക്കും. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ ഒരു വസ്ത്രത്തിൻ്റെ ബട്ടൺസ് പിന്നെ നമ്മളല്ല അയച്ചു മാറ്റുന്നത്, നമ്മുടെ ബെൽറ്റ് നമ്മളല്ല അയച്ചു മാറ്റുന്നത്, നമ്മുടെ പാൻറ് നമ്മളല്ല അയച്ചു മാറ്റുന്നത്. നമ്മുടെ ബനിയൻ അയക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ബ്ലേഡ് കൊണ്ടോ കത്രിക കൊണ്ടോ അത് വെട്ടിമാറ്റുകയാണ്. ഈ സമയത്ത് ബ്രാൻഡഡ് ഷർട്ടില്ലാതെ, ബ്രാൻഡഡ് പാൻറ്റുകളൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ഒരു 2-3 കഷ്ണം തുണിക്കഷ്ണം നമ്മുടെ ശരീരത്തിൽ പുതച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ, ആ സമയത്തും അതിനുശേഷം നമ്മൾ കിടക്കേണ്ടതായിട്ടുള്ള ഖബറിലും നമുക്ക് സന്തോഷിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ചെലവഴിച്ചാൽ ആ ചെലവഴിച്ചത് നമുക്ക് ആശ്വാസമായി എത്തുമെന്നുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം ആ മയ്യത്തിനെ പിന്തുടരും. ഒന്ന് അയാളുടെ അഹ്ലാണ്, പിന്നെയുള്ളത് അയാളുടെ മാലാണ്, പിന്നെയുള്ളത് അയാളുടെ അമലാണ്. അപ്പം ഈ അഹ്ലും മാലും ഖബറിൽ വെച്ച് അയാളെ താഴ്ത്തുന്നതോടുകൂടി തിരിച്ചു പോകും. പിന്നീട് അയാളോടൊത്ത് തനിച്ചാവുക അയാളുടെ അമല് മാത്രമായിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ തനിച്ചാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് സഹായകമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ എത്തുന്നത് അമലുകളായിരിക്കും. നമ്മൾ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് എന്തായാലും, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ, ഈ ചെറിയ പെരുന്നാൾക്കൊക്കെ നമ്മൾ സെൻറ്റർ ബന്ധപ്പെടുന്ന ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സുകൾ എടുത്തു കൊടുത്തു. 3500ഓളം കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ 1400-1500ഓളം വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് പുതിയ പർദ്ദകൾ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചിട്ട് ഉണ്ട് എങ്കിൽ, ഇതിനൊക്കെ നമ്മൾ ഒരു കുട്ടിക്ക് പെരുന്നാളിന് നമ്മളൊരു 1000 രൂപ കൊടുത്ത് ആ കുട്ടിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പൈസ സംഘടിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതൊക്കെ നമുക്ക് ആ ഖബറിൽ നമ്മൾ തനിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു തുണയായിട്ട് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൽ നമ്മൾ ഡ്രസ്സ് കൊടുത്ത സഹോദരിമാർ, 2 സഹോദരിമാർ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക്, ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളത്, അവരുടെ കല്യാണം കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം ഒരു പുതിയ ഡ്രസ്സ് ആദ്യമായിട്ട് കിട്ടുന്നത് ബിസ്മിയിൽ നിന്ന് ഈ പർദ്ദ വാങ്ങാൻ പൈസ കൊടുത്തപ്പോൾ. 13 വർഷം മുമ്പ് കല്യാണം കഴിച്ച സമയത്ത് അമ്മായിമ്മ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരുന്നു. അതിനുശേഷമുള്ള ഈ ഒരു 13 വർഷത്തിനിടയിൽ ഒരു പുതിയ ഡ്രസ്സ് പോലും വാങ്ങാൻ കഴിയാത്ത, അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത സഹോദരി, അവർ അതിനിടയിൽ ധരിച്ചതൊക്കെ ആരെങ്കിലുമൊക്കെ അവരെ ഒഴിവാക്കിയതോ ആരെങ്കിലുമൊക്കെ കൊടുത്തതോ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ധരിച്ച് പോയിരുന്ന ആ ഒരു സഹോദരി. അപ്പോൾ ആ സഹോദരിക്ക് ഒരു 1500 രൂപ നിങ്ങൾ പർദ്ദ വാങ്ങിക്കോളി എന്ന് പറഞ്ഞൊരു പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ ആ സഹോദരിക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും? അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് പണം നൽകിയിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടാവും. ആ സഹോദരൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി മുഖേന ആ ഒരു സഹോദരിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുകയാണ്. ഈ സന്തോഷമുണ്ടാകുന്ന ഈ ഒരു സമയത്ത് നടക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്നുള്ളതാണ്. ഖബറിൽ നമ്മൾ തനിച്ചാകുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്? അമലാണ്. അപ്പം ഈ അമൽ എങ്ങനത്തെ അമലായിരിക്കണം സന്തോഷിപ്പിക്കുക? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകളായിരിക്കും നമുക്കവിടെ തുണയാവുക. അപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് എന്ന് സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറുപടി നീ വഴി ഒരു മുസ്ലിമിനുണ്ടാകുന്ന സന്തോഷം എന്നാണ്. അപ്പം നീ വഴി ഒരു മുസ്ലിമിനുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുമ്പം ഒരു പുതിയ പർദ്ദ അത് ലഭിക്കുമ്പോൾ ആ സഹോദരിക്കുണ്ടാകുന്ന സന്തോഷം, ഒരു പുതിയ ഡ്രസ്സ് കിട്ടുമ്പം അവിടെയുള്ള യത്തീം കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ ഒരു പ്രയാസം മാറ്റുന്നത്. അപ്പം ഇത്രയും ഈ പ്രവർത്തനങ്ങളൊക്കെ ഇനി വസ്ത്രത്തിൻ്റെ മാത്രമല്ല, മറ്റൊരു സഹോദരി സൂചിപ്പിച്ചത് ഇതുപോലെ തന്നെ ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള മുതലൊക്കെ ഈ റമദാനിലാണ് ഊരി വെച്ചത്. അപ്പം അവരെ നാത്തൂമാർക്കും മറ്റുമൊക്കെ ലക്ഷക്കണക്കിന് പൈസ എന്ത് കിട്ടിയിട്ടുണ്ട്, ഓരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഈ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങുന്നതിന് വേണ്ടി ഒന്നും തന്നെ അവർ നൽകിയിട്ടില്ല. ഇപ്പം ഇത്രയും പൈസ അവരുടെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ കുട്ടിക്ക് ഈ ഒരു പെരുന്നാളിന് അതിൽ നിന്ന് ഒരു 1000-500 രൂപ കൊടുത്ത് മക്കളെ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കോളി എന്ന് അവർ ചെയ്തില്ല. ഇതിൻ്റെ മനസ്സിൽ വല്ലാതൊരു പ്രയാസം ഉണ്ടാക്കിയെന്ന് ആ സഹോദരി പറയാൻ. ഈ സമയത്താണ് ആ വീട്ടിൽ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്ററിൽ നിന്ന് അവിടെ പൈസ എത്തുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇത് 1-2 അങ്ങനെയുള്ള 3500ഓളം കുട്ടികൾ, 1500ഓളം വിധവകളായിട്ടുള്ള സഹോദരിമാർ, അതല്ലാത്ത രോഗികളായിട്ടുള്ള ആളുകൾ, വസ്ത്രം മാത്രമല്ല റമദാനിന് കിറ്റ് കൊടുക്കുന്നതായാലും മറ്റ് ഏതൊക്കെ ചികിത്സക്ക് സഹായം നൽകുന്നതായാലും ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, യാ ഇഹ്വാനി ലിമിസ്ലി ഹാദാ ഫഇദു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ആ കബറിൽ നമ്മൾ തനിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങൾ നമ്മുടെ കബറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സമ്പാദിക്കുന്നത്. അതിനുള്ള ഒരു കേന്ദ്രമാണ് എന്ത്, ബിസ്മി എന്നുള്ളത്. ഈ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളുടെയും അന്തകനായിട്ടുള്ള മരണത്തെ കൂടുതൽ ആലോചിക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.